Hello friends, welcome to the channel. We have already told you that you have SBI card, SBI credit card, SBI Cashback credit card, already message email. This actually the cashback devaluation. വെട്ടി കുറച്ചിട്ടുണ്ട് അതായത് സംഭവം ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ കുറച്ചൊക്കെ എടുത്ത് ഇത് ആക്ച്വലി ഇപ്പോൾ ഇതിൻ്റെ ആക്ച്വലി ആനുവൽ ഫീസ് വരുന്നത് 999 പ്ലസ് GST ആണ് ജോയിൻറ്റ് ഫീസ് ഇപ്പോൾ ഇല്ല അപ്പോൾ നമുക്ക് ആക്ച്വലി നമുക്ക് വന്നതിന് ശേഷം ഇപ്പോൾ ആനുവൽ ഫീസ് പിടിച്ചിട്ടില്ല എന്താ വെച്ചാൽ ഒരു കൊല്ലമൊക്കെ ആകുമ്പോഴാണ് പിടിക്കുക അപ്പോൾ ആ വിലയ്ക്ക് ഇപ്പോൾ ഇത് ആക്ച്വലി ഇറങ്ങിക്കുന്നത് ക്യാഷ് ബാക്കിൻ്റെ കിങ് ഓഫ് ക്രെഡിറ്റ് കാർഡ് എന്നൊക്കെയാണ് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന് നമ്മുടെ ആമസോൺ ICICI കാർഡിൻ്റെ ഒക്കെ വെച്ച് കമ്പയർ ചെയ്തിട്ടൊക്കെയാണ് അവർ ആക്ച്വലി അഡ്വർടൈസ്മെൻറ്റും സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇത് കിങ് ആണോ അതോ എന്താണോ എന്ന് നമുക്ക് എന്തായാലും നോക്കി നോക്കാം എന്തൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ട് എന്തൊക്കെ എടുത്തു വന്നിട്ടുണ്ട് മോസ്റ്റ്ലി എല്ലാം എടുത്തു വന്നിട്ടുണ്ട് വേറെ കാര്യം അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ മറക്കണ്ട ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ ചാനൽ പേജ് നമ്മൾ ആമസോണിൽ ചെക്ക് എടുത്തൊക്കെ മറക്കണ്ട കേട്ടോ പിന്നെ എന്തെങ്കിലും സംശയങ്ങളിലൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്യാൻ നമ്മളെല്ലാ കമൻറ്റ് ഇപ്പോൾ കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക നിങ്ങളോട് കണ്ടായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അവൈലബിൾ ആണ് അപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ ഓൾറെഡി ഒരു SBI ക്രെഡിറ്റ് കാർഡ് യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ SBI ക്യാഷ് ബാക്ക് യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഇമെയിലും അതുപോലെ തന്നെ മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ ഞാൻ അതിൻ്റെ മെസ്സേജ് ഞാൻ ഇങ്ങോട്ട് നീങ്ങുന്നിട്ട് ഇവിടെ ഇടാട്ടാ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും നമുക്ക് ആദ്യം വന്നേക്കുന്നത് നോർമലി ഇങ്ങനെ ഒരു മെസ്സേജ് വരും അപ്പോൾ അതിൻ്റെ മെസ്സേജിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ ഇടുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു ഇമെയിലും വന്നിട്ടുണ്ട് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് എന്ന് വെച്ചാൽ നോർമലി ഈ കാർഡ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഇത്രയൊക്കെ ബെനിഫിറ്റ് വെച്ചിട്ടായിരുന്നു നമ്മൾ പറയാം ഇതിന് നമുക്ക് 5% ക്യാഷ് ബാക്ക് ആണ് ഓൺലൈൻ സ്പെൻഡ് കിട്ടുന്നുണ്ട് അതിന് ആക്ച്വലി ക്യാപ്പിംഗ് ഒരു വെച്ചിട്ടുണ്ടായിരുന്നത് മാസം 10,000 ആയിരുന്നു അതിപ്പോൾ വെട്ടിക്കുറച്ചിട്ടുണ്ട് അതിന് വെട്ടിക്കുറച്ച ഡീറ്റെയിൽസ് നമ്മൾ അടുത്തതിൽ പറയാം പിന്നെ ഉണ്ടാകുന്നത് 1% ക്യാഷ് ബാക്ക് ആണ് ഓഫ്ലൈൻ സ്പെൻഡ് ആയിരുന്നു അതായത് നമുക്ക് ഈ ബാക്കി എല്ലാ ഓഫ്ലൈൻ സ്പെൻഡിനും നമുക്ക് 1% ക്യാഷ് ബാക്ക് ഉണ്ടായിരുന്നു അത് അൺലിമിറ്റഡ് ആയിരുന്നു നമുക്ക് ക്യാപ്പിംഗ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അത് ബാധകമല്ലാത്തതുണ്ടായിരുന്നത് റെന്റ് പേയ്മെൻറ്റ് വാലറ്റ് ലോഡ് ഫ്യൂവൽ സ്പെൻസ് അതുപോലെ തന്നെ മർച്ചൻ്റ് EMIs ക്യാഷ് അഡ്വാൻസസ് ബാലൻസ് ട്രാൻസ്ഫർ എൻ ക്യാഷും ഫ്ലെക്സിപേനായിരുന്നു ഇത് ഇത്ര കാലം നമുക്ക് 1% ക്യാഷ് ബാക്ക് ഇല്ലാണ്ടുള്ള സംഭവം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ക്യാഷ് ബാക്ക് വലിയ ഓട്ടോ ക്രെഡിറ്റ് ടു സ്പെൻഡ് അതൊന്നും മാറ്റില്ല പിന്നെ നമുക്ക് ആനുവൽ ഫീ മാറ്റണമെങ്കിൽ നമ്മൾ കൊല്ലത്തിൽ 2 ലക്ഷം സ്പെൻഡ് ചെയ്യണം അതും മാറ്റില്ല 1% ഫ്യൂവൽ ചാർജ് വേവ് ഓഫ് ഉണ്ടായിരുന്നു അതും മാറ്റില്ല അപ്പോൾ ഇനി മാറ്റം വന്നേക്കുന്നത് നമുക്ക് മെയ് 1-ാം തീയതി തൊട്ട് ഇനി മാറ്റം വരാൻ പോകുന്നതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ പറയാൻ പോകുന്നത് ക്യാഷ് ബാക്ക് ഇനി തൊട്ട് ഈ പറഞ്ഞ ഡീറ്റെയിൽ ഈ ലിസ്റ്റിലുള്ള സാധനങ്ങൾക്കും അവൈലബിൾ ആയിരിക്കില്ല കേട്ടോ ഏതൊക്കെയാണെന്ന് നമ്മൾ പറയാം ജ്വല്ലറിക്ക് ഉണ്ടാവില്ല സ്കൂൾസ് ആൻഡ് എഡ്യൂക്കേഷണൽ സർവീസസിൽ ഉണ്ടാവില്ല യൂട്ടിലിറ്റീസിൽ ഉണ്ടാവില്ല അതായത് ബിൽ പേയ്മെൻറ്റ് സംഭവത്തിനൊന്നും ഉണ്ടാവില്ല റീചാർജ് ഒന്നുമില്ല ഇപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു അത് ആദ്യം അതുപോലെ തന്നെ ഇൻഷുറൻസ് പേയ്മെൻറ്റ് ഉണ്ടാവില്ല റെയിൽവേസിന് ഉണ്ടാവില്ല കാർഡ്സിന് ഉണ്ടാവില്ല ഗിഫ്റ്റ് കാർഡിന് ഉണ്ടാവില്ല സോനിയർ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാൽ ഉണ്ടാവില്ല മെമ്പർ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ കോഷി ക്യാഷ് സംഭവത്തിൽ ഉണ്ടായിരിക്കില്ല അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മെയിനായിട്ട് ഒരു സംഭവം വന്നേക്കുന്നത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരിക്കും നമ്മൾ 5% ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് ക്യാപ്പിംഗ് 10,000 ആയിരുന്നു അതുപോലെ തന്നെ 1% ക്യാഷ് ബാക്കിന് ക്യാപ്പിംഗ് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് മാസം 5,000 രൂപ മാസം നമുക്ക് മാക്സിമം ക്യാഷ് ബാക്ക് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ 1% ക്യാഷ് ബാക്കും 5% ക്യാഷ് ബാക്കും കൂടി ചേർന്നിട്ടാണ് 5,000 എന്ന് പറയുന്നത് പണ്ട് അതിന് 1% ക്യാഷ് ബാക്കേ ഉണ്ടായിരുന്നില്ല അല്ല ക്യാപ്പിംഗ് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അതെല്ലാം കൂട്ടിയിട്ട് മാക്സിമം 5,000 നമുക്ക് മാസത്തിൽ ഏൺ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഓൾമോസ്റ്റ് 50% വെട്ടി കുറച്ചെന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ വേറൊരു മേജർ സംഭവം എന്തൊക്കെയുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് എയർപോർട്ട് ലോഞ്ചസ് ഉണ്ടായിരുന്നു കൊല്ലത്തിൽ എത്തണമെന്നുണ്ടായിരുന്നു അത് ഫുൾ എടുത്തു കളഞ്ഞു ആ പരിപാടിയെ എടുത്തു കളഞ്ഞു അപ്പോൾ ഇത് ഓൾമോസ്റ്റ് നമ്മുടെ ICICI ബാങ്കിൻ്റെ ആമസോൺ ICICI ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് പോലെയായി പക്ഷേ അത് ഫ്രീ ആണ് ഇത് നമ്മൾ 1,000 രൂപ കൊടുക്കും വേണം അപ്പോൾ വാല്യൂ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും പക്ഷേ ക്യാഷ് ബാക്ക് ഉണ്ട് പക്ഷേ നിങ്ങൾ മാസത്തിൽ കുറേ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം 5,000 വരെ കിട്ടുള്ളൂ അതാണ് കുഴപ്പം പക്ഷേ 5% ക്യാഷ് ബാക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടോ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ അതിന് ക്യാപ്പിംഗ് വന്നിട്ട് 5,000 രൂപ മാസം പെർ മാസം അതിനൊരു ക്യാപ്പിംഗ് വെച്ചു അതായത് ഒരു ലിമിറ്റ് വെച്ചു അപ്പോൾ മാസം നിങ്ങൾക്ക് എത്ര രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ ഈ കാർഡ് വെച്ച് ഉപയോഗിച്ച് വാങ്ങിച്ചാലും മാക്സിമം നിങ്ങൾക്ക് 5,000 രൂപ മാത്രമേ ക്യാഷ് ബാക്ക് കിട്ടുള്ളൂ അതാണ് വന്നേക്കുന്ന ഒരു മെയിൻ ചേഞ്ച് പിന്നെ എയർപോർട്ടിൽ നിർത്തണം വേറെ കാര്യം അപ്പോൾ ക്യാഷ് ബാക്കിൻ്റെ എന്താ പറയുക പെർസെൻറ്റേജും കാര്യങ്ങളൊന്നും കുറച്ചിട്ടില്ല പക്ഷേ ക്യാപ്പിംഗ് കൊണ്ടുവന്നു മാത്രം അപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാർഡിനെ കൊണ്ട് ഇനി വലിയ കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ നിങ്ങൾ നോർമലായിട്ട് ബാക്കിയുള്ള കാർഡ് പർച്ചേസ് ചെയ്യുന്ന പോലെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നോർമൽ ക്യാഷ് ബാക്ക് കിട്ടും അത് വേറെ കാര്യം 5% കഴിഞ്ഞാൽ 5% കിട്ടും 1% കിട്ടും പക്ഷേ അത് നിങ്ങളൊരു മാസത്തിൽ ചിലപ്പോൾ 50,000 1 ലക്ഷമൊക്കെ സ്പെൻഡ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് വലിയ കാര്യമില്ലെന്ന് അർത്ഥം അല്ലാത്തവർക്ക് വലിയ കുഴപ്പമില്ല സാധാരണ പോലെ തന്നെ
കണ്ടിന്യൂ ചെയ്ത് പോകാം. പക്ഷേ എൻ്റെ ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഇത്രയൊക്കെ എടുത്ത് കളഞ്ഞ സ്ഥിതിക്ക് മെയിനായിട്ട് എയർപോർട്ട് ലൈൻസ് എടുത്ത് കളഞ്ഞ സ്ഥിതിക്ക് ഇവർക്ക് ആനുവൽ ഫീസും എടുത്ത് കളയായിരുന്നു, അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളയായിരുന്നു, അത് വേറെ കാര്യം, അല്ലെങ്കിൽ പകുതി അങ്ങനെ ആക്കായിരുന്നു. എന്ന് വെച്ചാൽ ഇവർ ആനുവൽ ഫീസിൻ്റെ ചാർജിന് എടുക്കാനുള്ള ചാർജസും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടാണ് ഈ ഫീസ് തീരുമാനിക്കുന്നത്. പക്ഷെ അത് തീർത്ത് കളഞ്ഞിട്ട് ഇതൊരു മാറ്റില്ല എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര വാല്യൂ തരാത്തൊരു പ്രൊഡക്റ്റ് പോലെയായി. വാല്യൂ ശരിക്കായിട്ടൊരു നല്ലൊരു വാല്യൂ ക്രെഡിറ്റ് കാർഡ് തന്നെയായിരുന്നു ഇത്. പക്ഷെ ഇപ്പോൾ അത് പോയി, അത് വേറെ കാര്യം. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്ന ഇനിയും അപ്ലൈ എന്താ വെച്ചാൽ പക്ഷേ ഒരു കുഴപ്പമില്ല. ഒരു ആക്ച്വലി ഒരു നമ്മുടെ SBI കാർഡിൽ ഏറ്റവും നല്ല കാർഡെന്ന് ആക്ച്വലി ഈ കാർഡ് 2 കാർഡ് തന്നെ പറയുള്ളൂ നമുക്ക്. SBIയിൽ സിമ്പിൾ ക്ലിക്ക് കാർഡും അതുപോലെ തന്നെ ക്യാഷ് ബാക്ക് കാർഡും. അപ്പോൾ ബാക്കിയെല്ലാം SBI കാർഡ് ഇതിനെ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തീരെ വാല്യൂ ഇല്ലാത്ത പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ ഇപ്പോഴും ഇത് ആ SBIയുടെ കാർഡിൽ നല്ല കാർഡ് ലിസ്റ്റിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു SBI കാർഡ് നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ റെഫറൽ ലിങ്ക് താഴെ ഇടാം, താല്പര്യർക്ക് അതിൽ കയറി അപ്ലൈ ചെയ്യാം. റെഫറൽ ലിങ്കാണ്, അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ അതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും കൊടുക്കുന്നതാണ്. ബൈ.